അല്ലു അർജുന്റെ ഇടക്കാല ജാമ്യം ചോദ്യം ചെയ്യാൻ ഹൈദരാബാദ് പോലീസ് തെലങ്കാന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും. ഇതിനിടെ ജയിൽ മോചിതനായി തിരികെ വീട്ടിലെത്തിയ അല്ലു അർജുന വൈകാരിക വരവേൽപ്പാണ് കുടുംബാംഗങ്ങളും ആരാധകരും ചേർന്ന് നൽകിയത്. സിനിമ റിലീസിനോടനുബന്ധിച്ചുണ്ടായ യുവതിയുടെ മരണം ദൗർഭാഗ്യകരമാണെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും നടൻ പ്രതികരിച്ചു. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി. I also like to tell that I'm a law-abiding citizen. I respect the law and I will cooperate with them and I'll do the needful. And very importantly, I'd like to give my condolences once again to the family. It's very, very unfortunate that we went to watch a film and there was an accident. That is totally unintentional. We went to watch a movie and due to an unfortunate accident, there's been a loss of a person. മോചനം വൈകിയത് ചോദ്യം ചെയ്ത് അല്ലു അർജുനും ഹർജി നൽകും. അന്യായമായി തടവിൽ വെച്ചത് ചോദ്യം ചെയ്ത് തെലങ്കാന ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനമായിരിക്കുന്നു. AP നദീറ വിവരങ്ങളുമായി. നദീറ, ഇപ്പോൾ ഹൈദരാബാദ് പോലീസിന്റെ കാര്യത്തിൽ ഈ നടപടിയിൽ എന്തെങ്കിലും സംശയകരമായ കാര്യങ്ങൾ തോന്നുന്നുണ്ടോ? കാരണം അല്ലു അർജുൻ നേരിട്ട് പങ്കാളിത്തമില്ലാത്തൊരു കേസാണ്. അതിൽ നഷ്ടപരിഹാരം നൽകി അതിൽ ഖേദപ്രകടനം നടത്തിയ അസ്വാഭാവികമായി ഉണ്ടായ ഒരു കാര്യമെന്നുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നു. പക്ഷേ പോലീസ് നടത്തുന്നത് ഒരു പ്രതികാര നടപടിയായി കാണുന്നുണ്ടോ? ഇപ്പോൾ ഹൈദരാബാദ് പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീങ്ങുന്നത്? ഹൈദരാബാദ് പോലീസ് അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ നിയമ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ അതിൽ അപ്പീൽ പോവുക എന്നത് പോലീസിന്റെ കടമയും നടപടിക്രമവുമാണ്. അതിന്റെ ഭാഗമായി തന്നെ ഹൈദരാബാദ് പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന് വേണം സ്മൃതി കരുതാനായിട്ട്. അല്ലു അർജുന്റെ ഇടക്കാല ജാമ്യം ചോദ്യം ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. തെലങ്കാന ഹൈക്കോടതിയായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലു അർജുന് ഇടക്കാല ജാമ്യം നൽകിയത്. 4 ആഴ്ചത്തേക്കുള്ള ഇടക്കാല ജാമ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈദരാബാദ് പോലീസ് തെലങ്കാന ഹൈക്കോടതിയെ തിങ്കളാഴ്ച സമീപിക്കാനിരിക്കുന്നത്. ഒപ്പം തന്നെ അല്ലു അർജുനും കോടതിയിലേക്ക് പോകുകയാണ്. അല്ലു അർജുൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മോചന ഉത്തരവ് വന്നിട്ടും, അതായത് ജാമ്യ ഉത്തരവ് ലഭിച്ചിട്ടും അദ്ദേഹത്തെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചു അല്ലെങ്കിൽ ജയിലിൽ തന്നെ നിർത്തി എന്നത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈദരാബാദ് പോലീസിനെതിരെ ഈ ജയിൽ അധികൃതർക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് അല്ലു അർജുൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇന്ന് ജയിൽ മോചിതനായ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച തന്നെ ഈ നിയമ നടപടിയിലേക്ക് അല്ലു അർജുൻ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് വൈകുന്നേരം 5:30 ജാമ്യ ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നതാണ്. അതിൽ കോടതി പറഞ്ഞിരുന്നു ഇത് ഇമ്മീഡിയറ്റായി നടപ്പിലാക്കണമെന്ന്. പക്ഷേ ഈ ഉത്തരവ് തങ്ങൾക്ക് കയ്യിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജയിൽ സൂപ്രണ്ട് ഇദ്ദേഹത്തിൻ്റെ മോചനം ഇന്നലെ രാത്രി തടഞ്ഞുവെച്ചത്. ഇതാണ് അല്ലു അർജുൻ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു. 14 ദിവസത്തേക്ക് ഇദ്ദേഹത്തിന് ജാമ്യം ഇന്നലെ അവിടെ നിന്നും ലഭിച്ചിരുന്നില്ല. ഈ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനും അല്ലു അർജുൻ ടീം തീരുമാനിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച തന്നെ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ച് ജാമ്യത്തിന് വേണ്ടിയുള്ള ഹർജി ഫയൽ ചെയ്യുകയും ചെയ്യും. വലിയ രീതിയിൽ രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. ആരാധകരുടെ ഭാഗത്തു നിന്നും വേറെ രൂപത്തിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അറസ്റ്റിന് പിന്നിൽ അല്ലു അർജുന്റെ അമ്മാവനായ ചിരഞ്ജീവിയാണ് എന്ന് ചില ആരാധകർ ആരോപിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കുടുംബത്തിനകത്തെ തർക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ശക്തമായിരുന്നു. ചിരഞ്ജീവിയുടെ സഹോദരൻ പവൻ കല്യാണിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശില്പ രവിക്ക് വേണ്ടി അല്ലു അർജുൻ പ്രചാരണത്തിനിറങ്ങിയത് വിവാദമാവുകയും ചെയ്തു. ഇതിനൊക്കെ ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിൽ കഴമ്പില്ലെന്ന് വേണം ഇന്നലത്തെ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ പറഞ്ഞ 2 കൂട്ടരും അല്ലു അർജുൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനും അല്ലു അർജുൻ്റെ കാര്യങ്ങൾ തിരക്കുന്നതിനുമായി നേരിട്ട് തന്നെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയിരുന്നു. ഇങ്ങനെയൊരു കുടുംബ കലഹം ഇതിന് പശ്ചാത്തലമായി എന്ന് നമുക്ക് പറയാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ആരാധകരും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഇത്തരം പ്രതികരണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മറ്റൊരു അഭ്യൂഹം കേൾക്കുന്നത് അദ്ദേഹം BJP-യിൽ
ചേരാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ ഡൽഹിയിൽ വെച്ച് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറുമായി നടത്തിയിരുന്നു. അദ്ദേഹം BJPയുടെ ഭാഗമാകാൻ പോകുന്നു. അതുകൊണ്ട് തെലങ്കാന സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാർ അദ്ദേഹത്തിനോട് പ്രതികാര നടപടി എടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടൊന്നും തന്നെ അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്നുള്ളവരൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അല്ലു അർജുൻ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞു. അത്തരം കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ പോയിട്ടില്ല. നിയമ നടപടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ നിയമം അനുസരിക്കുന്ന പൗരനാണ് താൻ. അതുകൊണ്ട് കൃത്യമായി ഈ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അറിയിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. രാവിലെ 6:30യോടെയായിരുന്നു അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നത്. തുടർന്ന് അദ്ദേഹം വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ നിന്ന് വരവേൽപ്പ് അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം സിനിമയിലെ സഹപ്രവർത്തകരുമായി കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ അഭ്യൂഹങ്ങളോടൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ നിന്നിട്ടില്ല. സ്മൃതി. ശരി നദീറ, ഏതായാലും പക്ഷേ ഒരു രാത്രി മുഴുവൻ ജയിലിൽ കഴിഞ്ഞു 7697 നമ്പർ മുറിയിൽ തറയിൽ കിടന്നുറങ്ങി എന്നടക്കമുള്ള കാര്യങ്ങൾ അല്ലു അർജുൻ പറയുന്നു. ആരാധകരെ സംബന്ധിച്ച് വലിയ ദുഃഖമുണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിവിധതരം പ്രതികരണങ്ങളും വിമർശനങ്ങളും ആരോപണങ്ങളും അവിടെ ഉയരുന്നുമുണ്ട്. നദീറയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.